അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മൾ അതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത ഈ ഒരു വീഡിയോ കാണാത്തവരായിട്ട് ഇനിയിപ്പോൾ ആരും ബാക്കി ഉണ്ടാവില്ല. കാരണം ഈ ഒരു വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഈ ഒരു വീഡിയോ ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ചാനൽ പുറത്തിറക്കിയത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ ഒരു ആങ്കർ ആയിട്ടുണ്ടായിരുന്ന സുജയ പാർവതി ഈ ഒരു സമയത്ത് ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ടി വി ചാനലിലേക്ക് മാറിയിട്ടുണ്ട്. റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ചാനലിലേക്ക് ഒരു ഹെഡായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു മെയിൻ സ്ട്രീം ചാനലിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോയ സമയത്ത് സുജയ പാർവതി തന്റെ മേക്കപ്പിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വന്ന ആ ഒരു വ്യക്തിക്ക് എൻ്റെ സ്കിൻ ടോൺ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ മേക്കപ്പിനെ പറ്റി എല്ലാവരും ചോദിക്കും, അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമിക്കണം, അടുത്ത പ്രാവശ്യം എൻ്റെ മേക്കപ്പ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ കുറച്ചധികം വീഡിയോസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് ഇവർ പുറത്തിറക്കി. അപ്പോൾ ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോനെ ബന്ധപ്പെട്ടുകൊണ്ട് ട്രോൾ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, റിവ്യൂ ചെയ്യുന്നവരായിരിക്കോട്ടെ, ഇവരെല്ലാവരും ഈ ഒരു വീഡിയോന്റെ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്ന രീതി ഒരു ബോഡി ഷെയ്മിങ് രീതിയായിട്ടാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള സുജയ പാർവതിയെ പോലുള്ള ഒരു ആങ്കർ വന്നിട്ട് ബോഡി ഷെയ്മിങ്ങിനെ പറ്റി സംസാരിക്കുന്നു, അതായത് ഈ പറയുന്ന സൗന്ദര്യത്തെ പറ്റി സംസാരിക്കുന്നു. അത്തരത്തിലൊക്കെ ഈ പറയുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഇത്തരത്തിലുള്ള വ്യക്തികൾ തന്നെ അതിനെപ്പറ്റി മോശം കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പറയുന്ന സമയത്ത് അതിനെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് സുജയ പാർവതി എന്ന് പറഞ്ഞൊരു ആങ്കർ ഒരു മേക്കപ്പും ചെയ്യാതെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് ഇത്തരത്തിൽ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതൊരിക്കലും ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു മേക്കപ്പ് ചെയ്യാൻ വന്ന ആ ഒരു ആർട്ടിസ്റ്റിന് സുജയ പാർവതിയുടെ സ്കിൻ ടോൺ കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല. ഇത് മെയിനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ചാനൽ ജനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് എന്നുള്ളത് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കാരണം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ, അതായത് ബിഗ് ടി വി എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ചുരുക്കം വ്യൂസ് ആണ് ആ ഒരു ചാനലിന്റെ പല വീഡിയോസിനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന മെയിൻ സ്ട്രീം ചാനലുകൾ ഒരുപാടുണ്ട്. റിപ്പോർട്ടർ ടി വി, 24, ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, ഇത്തരത്തിലുള്ള വലിയ ന്യൂസ് ചാനൽസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് ബിഗ് ടി വിയെ പോലുള്ള ഒരു ചാനൽ ഇവർക്കൊപ്പം എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കൊപ്പം ന്യൂസ് വാല്യൂ ഈ ഒരു ചാനൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ബിസിനസ് ഐഡിയയിലൂടെ ഈ ഒരു ചാനൽ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ പ്രൊമോഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ വർക്കുകൾ ഇങ്ങനെ തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും. ഈ രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് റീൽസ് കാണാൻ വേണ്ടി ജനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഫെമിലിയർ ഫേസ് ആവാനായിട്ട് ഈ പറയുന്ന ബിഗ് ടി വി ഇറക്കി വിട്ട ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന സുജയ പാർവതി ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഈ പറയുന്ന പെർട്ടിക്കുലർ വീഡിയോ ഇപ്പൊ ബിഗ് ടി വി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവിധ പേജുകളിലും, ബിഗ് ടി വിയുടെ ഫേസ്ബുക്ക് പേജിൽ, യൂട്യൂബ് ചാനലിൽ, ഇൻസ്റ്റഗ്രാം പേജിൽ, അത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒന്നിലധികം പ്രാവശ്യം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു വീഡിയോ വ്യൂ ചെയ്യുകയും ഈ ഒരു ചാനലിന്റെ കമന്റ് ബോക്സിൽ ഈ ഒരു വീഡിയോനെ ബന്ധപ്പെട്ട് വരുന്ന അഭിപ്രായങ്ങളൊക്കെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ജനങ്ങളാണ് ഇത്തരത്തിൽ എഴുതി വിടുന്നത്. അപ്പോൾ അതിലൂടെ ഈ ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് വളരാൻ പോകുന്നത് ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു ചാനലിനായിരിക്കും. ഇപ്പം ഇത്രയും മെയിൻ സ്ട്രീം ചാനൽ, അതായത് ബിഗ് ടി വി പോലുള്ള ഒരു ചാനൽ ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവർ ഈ പറഞ്ഞ പോലെ മനോരമ, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24 അത്തരത്തിലുള്ള ന്യൂസ് ചാനലിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അതിനുള്ളൊരു ഹൈപ്പ് കിട്ടണം, ജനശ്രദ്ധ നേടണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ആ ഒരു ജനശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് ബോഡി ഷെയ്മിങ് എന്നുള്ള രീതിയിൽ സുജയ പാർവതിയെ പോലുള്ള ഒരു വലിയൊരു ആങ്കർ അല്ലെങ്കിൽ അത്യാവശ്യം ന്യൂസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള ഒരു ആങ്കറിനെ കൊണ്ട് ഇത്തരത്തിലൊരു കോണ്ടന്റ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഒരു അബദ്ധം പറ്റിയ കേസാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റോ ഒരു വീഡിയോയോ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒന്നിലേറെ പ്രാവശ്യം ഈ ഒരു വീഡിയോ റിപ്പീറ്റ് വാല്യൂയോടുകൂടി വീണ്ടും അവരിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നത് പോലെ ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ചാനൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മീഡിയമായിട്ട് മാത്രമാണ്.
ഇപ്പോൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ചെയ്യാനായിട്ട് വലിയ സിനിമ ആക്ടേഴ്സിനെ കൊണ്ടുവരണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോർട്സ് താരങ്ങളെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കണമെന്ന് യാതൊരു ഇതുമില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പ്രൊമോഷൻ വർക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു ആക്ടറിനെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിലും കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഈ ഒരു പ്രൊമോഷൻ എത്തിക്കാനായിട്ടുള്ള ചില ചില എന്താണ് ട്രിക്കുകളുണ്ട്. ആ ട്രിക്കിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സുജയ പാർവതിയെ മേക്കപ്പ് ഒന്നും ഇടാതെ നമ്മൾ ഇതുവരെയും കണ്ടിരുന്ന ഒരു സുജയ പാർവതി ഉണ്ട്. കാരണം മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല വസ്ത്രത്തോടു കൂടിയൊക്കെ വന്ന് അപ്പിയർ ചെയ്യുന്ന സുജയ പാർവതി പെട്ടെന്ന് ഇത്തരത്തിൽ വന്ന് സുജയുടെ ശരിക്കുമുള്ള ആ ഒരു സ്കിൻ ടോൺ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങളത് ഏറ്റെടുക്കും, ട്രോള് വരും, ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് വരും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ബിഗ് ടിവിയുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ ഈ ഒരു വീഡിയോനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇത് പിന്നെ പറയുന്നവരുണ്ട് ഈ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചത് ശരിയായിട്ടില്ല, ജനങ്ങളെ ഇത്തരത്തിൽ എന്താണ് ബോഡി ഷേമിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആങ്കർ വന്നിട്ട് ബോഡി ഷേമിങ്ങിനെ പറ്റിയോ സൗന്ദര്യമില്ലായ്മയെ പറ്റിയോ ഒക്കെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു മോശം കമന്റ് വന്ന് പറയരുതായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന ഒത്തിരി പേരുണ്ട്. കാര്യം ശരിയൊക്കെ തന്നെയാണ്. ഈ പറയുന്നത് പോലെ ബോഡി ഷേമിങ്ങിനെ പറ്റിയോ സൗന്ദര്യമില്ലായ്മയെ പറ്റിയൊക്കെ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നൊരു മെയിൻ സ്ട്രീം ചാനലിലൂടെ പറയുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ബിഗ് ടി വി എന്ന് പറയുന്ന ആ ഒരു ചാനലിന്റെ ഹൈപ്പ് മാത്രമാണ്, ആ ഒരു ചാനൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പ്രൊമോഷൻ വർക്കാണ്. അല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ ഒരു ചാനൽ ജനങ്ങളിലേക്ക് എത്തണം, ജനങ്ങൾ ഈ ഒരു ചാനൽ കാണണം. ഈ പറയുന്ന ഏഷ്യാനെറ്റ്, മനോരമ, റിപ്പോർട്ടർ ടി വി അത്തരത്തിൽ വരുന്ന ചാനലുകളുടെ ഒപ്പം ജനങ്ങൾക്കിടയിൽ ഈ ഒരു ബിഗ് ടി വി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി ചർച്ചയിലെത്തണം. അതിനു വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രമാണ്. ഇത് ശരിക്കും കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഈ വീഡിയോസിന് കിട്ടിയ വ്യൂസും ഇവർ എത്ര പ്രാവശ്യം ഈ രീതിയിലുള്ള വീഡിയോസ് ഈ പറയുന്ന യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ റിപ്പീറ്റ് അടിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ പറയുന്നത് പോലെ ഒരു ബിസിനസ് ഐഡിയ മാത്രമാണ് ഈ പറയുന്ന ബിഗ് ടി വി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പ്രൊമോഷൻ വർക്ക് ആയിക്കോട്ടെ, ഈ പറയുന്ന ബിസിനസ് ഐഡിയ ആയിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾക്കിടയിൽ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന സൗന്ദര്യം, ബോഡി ഷെയ്മിങ്, വണ്ണം കൂടുതൽ, വണ്ണം കുറവ്, പൊക്കം കുറവ്, അത്തരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങും ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വലിയൊരു ചാനലിലൂടെ വന്നതെന്ന് പറയാതിരിക്കുക. ഇത്രയും ഈ ഒരു വീഡിയോനെ ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് ഒരു 2 ദിവസം മുമ്പാണ്. അത് അപ്പോൾ തന്നെ ഒത്തിരി ട്രോളും കാര്യങ്ങളൊക്കെ വന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ജനങ്ങൾക്കിടയിൽ ബോഡി ഷെയ്മിങ് കൊണ്ടുവന്നു, ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, മോശം കാര്യങ്ങൾ ചാനലിലൂടെ പുറത്തു വിടുന്നു, അത്തരത്തിലൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. ഇത്രയും റിപ്പീറ്റഡ് അടിച്ച് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ആ ഒരു വീഡിയോ ആ ഒരു ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ചാനലിന്റെ പ്രൊമോഷൻ വർക്കാണ്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു വീഡിയോ അനലൈസ് ചെയ്ത് കാണുന്നവർക്കും ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു പ്രൊമോഷൻ വർക്കാണെന്ന് ഇപ്പോഴും 100% ഞാൻ വിശ്വസിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും എതിർപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്